ഞങ്ങളുടെ പക്കൽ ഇന്നത്തെ കാലത്തെ ട്രഡീഷണൽ ആയ പല മോഡൽസും ഉണ്ട്. അത് ദീപക് സാറിനെ കാണിക്കുമായിരുന്നു. സാറിനെയും കാണിക്കാം. സാറിന്റെ അഭിപ്രായം പറയണം. ദീപകിന്റെ മാത്രം അഭിപ്രായമല്ല ഇവിടെ. അഭിപ്രായം പറയേണ്ടത് ദീപക്കും ഋതികയും ഒന്നിച്ച അല്ലേ പ്രതാപ? ഇവരെ മിടുക്കര പ്രതാപ. ഇവരെ എനിക്കറിയാം. നമ്മുടെ കീഴാറ്റൂരിലെ ചെറിയമ്മയുടെ മോളുടെ കല്യാണത്തിനെ ഇവരായിരുന്നു ഈവന്റ് മാനേജ്മെന്റ് ചെയ്തത്, അല്ലേ ഹസീനെ? അതെ മാഡം. പ്രതാപ, നീ അതൊന്ന് കാണണമായിരുന്നു. എന്ത് ഗംഭീരായിട്ടാണെന്നറിയോ ഇവരത് ചെയ്തത്. ദേ, അതിലും ഗംഭീരമായിട്ടായിരിക്കണം ഇവിടുത്തെ കാര്യങ്ങള്. തീർച്ചയായിട്ടും. മാഡം ഞങ്ങളെ ഇത് ഏൽപ്പിച്ചത് ഞങ്ങളുടെ പെർഫെക്ഷനും കാര്യപ്രാപ്തിയും കണ്ടിട്ടാണല്ലോ. ഉറപ്പായിട്ടും അംബിക മാഡത്തിനെയും വർമ്മ സാറിനെയും ഞങ്ങൾ നിരാശപ്പെടുത്തില്ല. ഇതുവരെ ഞങ്ങൾ ചെയ്ത വിവാഹങ്ങളെക്കാൾ ഗംഭീരമായിരിക്കും ഇത്. നീ എന്താ പ്രതാപ ഒന്നും മിണ്ടാതിരിക്കുന്നേ? നിന്റെ അഭിപ്രായം കൂടി പറയേ. ഹസീന എന്നല്ലേ പേര് പറഞ്ഞത്? അതെ സാർ. ചേച്ചി പറയുന്ന പോലെ എല്ലാം ചെയ്യണം. ക്യാഷിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കായിരിക്കണം നിങ്ങൾ എല്ലാം ചെയ്യേണ്ടത്. അതിനൊരു കുറവും വരുത്തരുത്. ഞങ്ങളിത് ഗംഭീരമാക്കും സാർ. ഞങ്ങൾക്ക് ഈ വർക്ക് കിട്ടിയത് തന്നെ അഭിമാനമാണ്. ഞങ്ങൾക്ക് ഈ വർക്ക് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് സാർ. രാജു വന്നല്ലോ. ഇനി നമ്മൾ ടെൻഷൻ അടിക്കണ്ട. എല്ലാം രാജു കൃത്യതയോടെ നോക്കും. വർമ്മ സാറേ, ഞാൻ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങള്. ഇത് മര്യാദയാണോ രാജു? ഈ കുടുംബത്തിലൊരു വിവാഹം നടക്കുമ്പോ നീ ഇലക്ഷന്റെ പുറകെ പോവാണോ വേണ്ടത്? അത് ശരിയാവില്ല. ഈ വിവാഹത്തിന്റെ A to Z എല്ലാം നീ തന്നെ വേണം നോക്കാൻ. മാഡം, എന്താ രാജു, നിനക്ക് ഈ വിവാഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതെയോ? അതെ. രാജു, നീ എന്താ ഇങ്ങനെ? നിന്റെ മനസ്സിൽ യാതൊരു വിഷമവും ഇല്ലേ? അമ്മായി നിന്നെ ഇൻസൾട്ട് ചെയ്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു മാനസിക പരിഗണന പോലും തരാതെ നിന്നോട് സംസാരിച്ചിട്ടും യാതൊരു കൂസലുമില്ലാതെ നീ അങ്ങനെ ഇവിടെ വന്ന് നിന്നു. എനിക്കിതിനെങ്ങനെ കഴിയുന്നു രാജു? ഒരാൾക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും മനസ്സിലാവില്ലെന്ന് വെച്ചാ. ഞാൻ സങ്കടത്തോടെ സംസാരിച്ച അത് നിനക്ക് മനസ്സിലാവില്ല. എന്റെ പ്രണയം അതും നിനക്ക് മനസ്സിലാവില്ല. ദീപക് മനഃപൂർവ്വം നിന്നെ കുഴപ്പത്തിലാക്കിയ അത് നീ കാര്യാക്കില്ല. അമ്മായി എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്താലും നീ ഇത് മൈൻഡ് ചെയ്യില്ല. എന്താ രാജു ഇങ്ങനെ? നീ ഇത് ഇങ്ങനെ ആയിപ്പോയെ? ഞാൻ ഇങ്ങനെയാ മാഡം. ഞാൻ മാത്രമല്ല, പട്ടിണിയും പ്രാരാബ്ധമുള്ള എന്റെ പ്രായത്തിലുള്ള എല്ലാ ചെറുപ്പക്കാരും ഇങ്ങനെയാ. ഞങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ സന്തോഷിക്കാനോ അഭിപ്രായം പറയാനോ ഒരു പ്രശ്നത്തിൽ ഇടപെടാനോ എന്തിന്? ജോലി ചെയ്യുന്നിടത്ത് ഒരു അപമാനം ഉണ്ടായ അതിന് പ്രതികരിക്കാനോ കഴിയില്ല. അത് ഞങ്ങളുടെ തലയിലെഴുത്താ. ദൈവം തലയിലെഴുതിയിരിക്കുന്നത് ആർക്കും മായ്ക്കാനാവില്ലല്ലോ. ഞങ്ങൾക്ക് ആഗ്രഹിക്കാൻ യോഗ്യതയില്ല.
ആഗ്രഹിച്ച തുറന്നു പറയാൻ അനുവാദമില്ല. ഇനി തുറന്ന് പറയേണ്ടി വന്നാലോ? ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ സ്വപ്നം കണ്ട് നിരാശനാവുന്നതിനേക്കാൾ നല്ലതല്ലേ മാഡം? അവൻ അവന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സാധാരണക്കാരൻ അവന്റെ സാധാരണ ജീവിതം ഉള്ള സന്തോഷത്തില് അനുഭവിച്ചു തീർക്കുന്ന. സോറി മാഡം, ഞാൻ സംസാരിച്ച് ഒരുപാട് കാട് കയറി. ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് മാഡത്തിന് മനസ്സിലായല്ലോ. ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു സാധാരണക്കാരനാ. എനിക്ക് എന്റേതായ ഒരുപാട് പരിമിതികളും നിയന്ത്രണ രേഖകളും ഉണ്ട്. അതിനുള്ളിൽ നിന്ന് എനിക്കിപ്പോ ശീലമായി. ഞാനിപ്പോ കംഫർട്ടബിളാ. നിനക്ക് ഞാൻ എന്ത് പറഞ്ഞാലും